പത്മജ വേണുഗോപാലിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരും. മുൻ കായിക താരം പത്മിനി തോമസും കോൺഗ്രസ് വിടുന്നു. മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന് അഭ്യൂഹമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായഞ്ചോട് തേരുകയാണ്. വിജിൻ, പത്മിനി തോമസ് അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് പഴയ എം എൽ എമാരടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് പോകുന്നു. ഇന്നലെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ പല ആരോപണങ്ങൾ ഉയരുന്നത് പോലെ സംസ്ഥാനത്തെ കോൺഗ്രസും ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി മാറുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഏകദേശം എത്ര നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിയെന്നും എത്ര നേതാക്കൾ ഇന്ന് ബി ജെ പിയിലേക്ക് ചേരുമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ശക്തമായി പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ആരുടെയൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇതിനകത്ത് ഇപ്പോൾ ആരാണ് കോൺഗ്രസ് ആരാണ് ബി ജെ പി എന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരും ഉള്ളത്. എന്തായാലും പ്രധാനമായും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് പത്മിനി തോമസിൻ്റെയാണ്. പത്മിനി തോമസ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് കുറേ കാലമായി താൻ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, ബി ജെ പിയിൽ ചേരുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഉദയകുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നിപ്പോൾ ബി ജെ പിയിൽ ചേരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇങ്ങോട്ടേക്ക് കോൺഗ്രസിൻ്റെ മുമ്പ് കോൺഗ്രസ് ആയിരുന്ന പല നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇവിടത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ 5ഓളം നേതാക്കളുമായി നിരന്തരം ബി ജെ പി ഇപ്പോഴും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ എം എൽ എമാരായിരുന്നവർ, ഒപ്പം തന്നെ മന്ത്രിയായിരുന്ന ഒരാൾ, ഇവരൊക്കെ ആയി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ രീതിയിൽ ആണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള ഒരു കൂടുമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആരൊക്കെയോ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബി ജെ പി പ്രവർത്തകർ ആരാണ്, കോൺഗ്രസ് നേതാക്കൾ ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തി അവർ ആരൊക്കെയാണ് കോൺഗ്രസിലേക്ക് നിന്ന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്നതെന്ന കാര്യത്തിൽ ഇവർ തന്നെ ഒരു വ്യക്തത വരുത്തും എന്നാണ്. ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കുന്ന സ്ഥലത്ത് മുൻപിലല്ലേ വിജിൻ ഇപ്പോൾ നിൽക്കുന്നത്? അവിടെയാണോ ഇനി വാർത്താ സമ്മേളനം? 11 മണിക്കും 11:30ക്കും ഒക്കെ ആരൊക്കെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത്. അവിടെയുള്ള ആളുകളാണ്. ഇതിൽ പല കോൺഗ്രസ് നേതാക്കളുമുണ്ട്. കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികൾ ആയിരുന്നവർ, ഒപ്പം തന്നെ ഡി സി സി അംഗങ്ങളായിരുന്നവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിലവിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പത്മിനി തോമസ് ആണ് ഇന്ന് ബി ജെ പിയിൽ ചേരുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തും എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം ഈ കോൺഗ്രസിലെ പല നേതാക്കൾക്കും തങ്ങൾക്കും ബി ജെ പിയിലേക്ക് എത്താനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കാണുന്നത്. ആ രീതിയിൽ കോൺഗ്രസുമായി ഏകദേശം ഒരു സജീവമല്ലാത്ത നേതാക്കളെ ഉൾപ്പെടെ ഈ നേതൃത്വത്തിൽ നിന്ന് അവഗണന നേരിടുന്ന നേതാക്കളെ ഉൾപ്പെടെ നിരന്തരമായി ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം ഏകദേശം 5ഓളം പ്രമുഖരായ നേതാക്കളുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബി ജെ പി ഇപ്പോൾ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിലും ഈ പല നേതാക്കളെയും മുന്നിൽ കണ്ടാണ് എന്ന ചർച്ചകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കണ്ടത് പോലെ തന്നെ ഇപ്പോൾ കേരളത്തിലേക്കും ബി ജെ പിയിലേക്കുള്ള ഒരു കൂടുമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇനി ഏതൊക്കെ നേതാക്കൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി നേരത്തെ തന്നെ ഈ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്ന സാഹചര്യത്തിൽ ദില്ലിയിലെത്തി. മുതിർന്ന ദേശീയ നേതാക്കളാണ്, ബി ജെ പിയുടെ ദേശീയ നേതാക്കളാണ് അവരെയൊക്കെ ഈ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അംഗത്വം നൽകുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഈ പരിപാടി നടക്കുമെന്ന് അറിയുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയിലേക്ക് ചേരുമെന്ന് നമുക്ക് അനുമാനിക്കാനാകുമോ? ഇപ്പം നേരത്തെ ഉള്ള ഒരു ചൊല്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പി തന്നെ ആയി മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനർത്ഥം ഈ ദേശീയ തലത്തിൽ ദില്ലിയിലല്ല ഈ അംഗത്വം സ്വീകരിക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നു നമുക്ക് അനുമാനിക്കാനാകുന്നുണ്ടോ?
സിജു, ഇതിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഡി സി സി ഓഫീസുമായി ഏകദേശം ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. കൃത്യം പറഞ്ഞാൽ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അവിടുന്ന് ഒരു പാലം ഇട്ടാൽ നേരെ ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എളുപ്പമാണ്. ആ രീതിയിലാണ് ഇപ്പോൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഈ BJPയിലേക്കുള്ള ഒരു കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സിജു സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ദില്ലിയിലേക്ക് വിളിച്ചായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. എങ്കിൽ നേരത്തെ പത്മജ വേണുഗോപാലൊക്കെ പാർട്ടി മാറുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ നേതൃത്വം പോലും BJPയുടെ നേതൃത്വം പോലും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം ആണ് ഇത്തരത്തിൽ പത്മജയുടെ BJP പ്രവേശനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. കൂടുതൽ ആളുകളെ അത്തരം മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യമില്ല. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് കൂറുമാറാൻ തയ്യാറായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകാശ് ജാവ്ദേക്കറും മുതിർന്ന നേതാക്കൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരുമായി ചർച്ച നടത്തി പെട്ടെന്ന് തന്നെ അവരെയെല്ലാം കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുക, തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി എന്നുള്ള ആ ഒരു നീക്കമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആണ് ഇപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ വീണുകൊണ്ടിരിക്കുന്നത്, കൂടുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകുന്നതും അതുതന്നെയായിരിക്കും. ഈ രാജ്യത്ത് വലിയ രീതിയിൽ ഭരണഘടന ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ BJP അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഗ്രസ് തന്നെ BJPയിലേക്ക് മാറുന്നു. അത് കേരളത്തിലെ LDF ഉൾപ്പെടെ ഉയർത്തുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന അത്തരം പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ LDF നേതാക്കൾ എല്ലാ പൊതുയോഗങ്ങളിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ബലം പകരുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്നുള്ള മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്